ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് വയനാട്ടിലുള്ള മീനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അടിപൊളി ഹിഡൻ സ്പോട്ടിലേക്കാണ്. ഇതൊരു ടൂറിസ്റ്റ് ലൊക്കേഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ആരും അങ്ങനെ വരാറില്ല എന്ന് മാത്രമല്ല, ഭയങ്കര രസമാണ് ആ ഒരു പാറയുടെ പുറത്ത് പോയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്. മീനങ്ങാടി അമ്പലവയലിനടുത്ത് റാട്ടക്കുണ്ട് എന്നൊരു സ്ഥലമുണ്ട്. ആ റാട്ടക്കുണ്ടിലുള്ള ആറാട്ടുപാറ എന്നുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇതാണ് മീനങ്ങാടി ടൗണ്. കൽപ്പറ്റ സൈഡിൽ നിന്ന് വരുമ്പോൾ മീനങ്ങാടി ടൗൺ കഴിയുന്നതോടുകൂടി റൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്പലവയലിലേക്ക് പോകേണ്ട ഈ റൂട്ടിലേക്ക് കയറാൻ പറ്റും. ഈ വഴി നേരെ പോയിട്ട് കയറുന്നത് കുമ്പിളേരി എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ടൗണിലേക്കാണ്. ഈ കാണുന്നതാണ് കുമ്പിളേരി. ഈ കുമ്പിളേരി ടൗണിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ റാട്ടക്കുണ്ട് എന്നുള്ള സ്ഥലത്തിലേക്ക് പോകേണ്ടത്. ചെറിയ ചെറിയ ടൗണുകളാണെങ്കിലും നല്ല ഭംഗിയുള്ള ടൗണുകളാണ് കേട്ടോ മൊത്തം. ഇതൊക്കെ വയനാടിൻ്റെ ശരിക്കും ഉള്ളിലേക്കുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഭംഗി എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, രണ്ട് സൈഡിലും നല്ല തോട്ടങ്ങളൊക്കെയാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ റാട്ടക്കുണ്ട് ജംഗ്ഷനിലെത്തി. ഇതാണ് റാട്ടക്കുണ്ട് ജംഗ്ഷൻ. ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ആറാട്ടുപാറയ്ക്ക് പോകാനുള്ള വഴിയായി. ഇവിടുന്ന് തന്നെ കാണുന്നുണ്ട് കേട്ടോ, ദൂരെ കാണുന്ന വലിയൊരു പാറ കണ്ടോ, അതാണ് ആറാട്ടുപാറ. ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ നാട് കൂടിയാണ് കേട്ടോ. ഇവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നൊക്കെ. എൻ്റെ അച്ഛൻ്റെ വീട് ഈ ആറാട്ടുപാറയുടെ നേരെ താഴെ തന്നെയാണ്. പക്ഷെ എല്ലാവരും ഇപ്പോൾ അവിടുന്ന് സ്ഥലമൊക്കെ വിറ്റ് മാറി, ഇപ്പോൾ അവിടെ ആരുമില്ല, മൊത്തം കാട് പിടിച്ച് കിടക്കാണ് ആ ഒരു പ്രദേശം മുഴുവൻ. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്കൊരു വഴി കണ്ടില്ലേ, ഈ റൈറ്റിലേക്കുള്ള വഴിയാണ് നമുക്ക് എടുക്കേണ്ടത്. ആ ഒരു ടേണിംഗ് കൂടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 100-150 മീറ്റർ കൂടി മുന്നോട്ട് വരാനേ ഉള്ളൂ. നേരെ വന്ന് ഇറങ്ങുന്നത് ഈ ഒരു സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് അങ്ങോട്ട് വഴിയില്ല, അങ്ങോട്ട് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ഡെഡ് എൻഡ് ആണ്. നമുക്ക് ഇവിടെ ആവണമെങ്കിൽ നമുക്ക് വണ്ടി വെച്ചിട്ട് വേണം ഈ പാറ വഴി മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല മഴ തുടങ്ങാൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി മുകളിലേക്ക് കയറാൻ പറ്റുമില്ല എന്നുള്ള നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം പാറ നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തെന്നലായിരിക്കുമല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് കയറണോ വേണ്ടിയോ എന്നൊരു ഡൗട്ടിൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കായിരുന്നു. പക്ഷേ ഏറ്റവും ടോപ്പിലേക്ക് വേണ്ട, ഈ ജസ്റ്റ് ഇവിടെ വരെ വന്നതല്ലേ, തൊട്ട് മുകളിൽ വരെ ഒന്ന് കയറിയേക്കാന്ന് പറഞ്ഞിട്ട് ഞാനും അച്ഛനും അനിയന്മാരും അനിയത്തിമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ജസ്റ്റ് മുകളിലേക്കൊന്ന് കയറാൻ പോവാണ്. പക്ഷേ ഈ പാറയിലൊന്നും അധികം തെന്നലുണ്ടായിരുന്നില്ല. കാരണം ഇത്ര നേരം ഇത് വെയിലത്തായിരുന്നതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് വെയിൽ നനഞ്ഞുകൊണ്ട് അധികം തെന്നലുണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ. അങ്ങനെ ഫസ്റ്റ് കടമ്പ് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആ കാണുന്ന വലിയ പാറയുണ്ടല്ലോ, അതാണ് കൊളകപ്പാറ. അതും വേറൊരു അടിപൊളി സ്ഥലമാണ്. അധികം ആരും പോവാത്തൊരു സ്ഥലമാണ് കേട്ടോ അത്. ആ ഒരു പാറയും അടിപൊളിയാണ്. നമുക്ക് ഒരിക്കലും അവിടെ എന്തായാലും പോകാം. മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് വൈബിനൊരു കുറവില്ലല്ലോ. ചെക്കനൊക്കെ അടിച്ച് പൊളിച്ച് നടക്കുകയാണ് ഇതിലൂടെ. ഇങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടി നോക്കുമായിരുന്നു കേട്ടോ. ഇനി മഴ ആയതുകൊണ്ട് ഇനി മുകളിലേക്ക് കയറണ്ട തെന്നെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ മഴ പെട്ടെന്ന് അങ്ങ് നിന്നു. അങ്ങനെയാണെങ്കിൽ ഒന്ന് കുറച്ചുകൂടി മുകളിലേക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറി തുടങ്ങി. അതൊരു ബെസ്റ്റ് ഡിസിഷനായിരുന്നു. കാരണം മുകളിലെത്തിയപ്പോഴത്തേക്ക് കിടിലൻ ക്ലൈമറ്റ് ആയിരുന്നു. ഒരു ചെറിയ വെയിലുമായിട്ട് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. നൈസായിട്ടുള്ളൊരു ആംബിയൻസ് ആയിരുന്നു അന്നേരം അവിടെ. ആദ്യം കുറച്ച് ദൂരം ഈ ഒരു കാട്ടിലൂടെ കയറിയിട്ട് വേണം നമുക്ക് ഈ പാറയുടെ അടിയിലൂടെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഈ ഒരു പോക്കിന്.
കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നടക്കാനെങ്കിലും ഫാമിലി ആയിട്ടൊക്കെ വരാൻ അടിപൊളി സ്ഥലമാണിത്. കാരണം സൺസെറ്റിൻ്റെ സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഓറഞ്ച് ടോണിൽ ആകാശം ഇങ്ങനെ കാണാൻ പറ്റും. ദൂരെ നമുക്ക് കാരാപ്പുഴ ഡാമിൻ്റെ റിസർവോയറും കാണാൻ പറ്റും മുകളിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ. പറഞ്ഞതുപോലെ ആദ്യത്തെ കുറച്ച് ദൂരം ഇതുപോലെ കാടൊക്കെയാണ്. ശരിക്കും കുലിഞ്ഞൊക്കെ വേണം ഈ ഒരു ഏരിയ കൂടെയൊക്കെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഗ്യാപ്പ് കുറച്ച് ടാസ്ക്കാണ്. ശരിക്കും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കൈ പിടിച്ച് പൊക്കി വലിച്ചു കയറ്റണം മുകളിലേക്ക്. ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമത്തെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ് വരുന്നത് കേട്ടോ. ഇവിടെ നിന്ന് നല്ല കിടിലൊരു ആംബിയൻസ് ആയിരിക്കും. ആ കാട്ടിൽ നിന്ന് കയറി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ കണ്ടില്ലേ, മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും തോറും ഈ കുളകപ്പാറ നന്നായിട്ട് തെളിഞ്ഞ് കണ്ടുകൊണ്ടേയിരിക്കും കേട്ടോ. മുകളിലേക്ക് പോകും തോറും അതിൻ്റെ ആ ഒരു ടോപ്പ് ആംഗിളിലേക്ക് കാണാൻ വേണ്ടിയിട്ട് അടിപൊളി വ്യൂ ആണ്. അങ്ങനെ അവിടുന്ന് നമ്മൾ പാറയുടെ സൈഡിൽ കൂടെ മുകളിലേക്ക് പോവുകയാണ്. ഇവിടെയും കുറച്ച് സൂക്ഷിക്കണം, സൈഡിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ 90 ഡിഗ്രി സ്റ്റീപ്പാണ്, നേരെ താഴേക്ക് പോകും. രസം നീ മേടിച്ചു തരണം. ഇവിടെ എത്തുന്നതോടുകൂടി ഏറെക്കുറെ ഒരു ഓപ്പൺ സ്പേസിലേക്ക് നമ്മൾ എത്തും. ഈ ഒരു അയിനിമരം കണ്ടില്ലേ, നല്ല കാലപ്പഴക്കമുണ്ട് ഈ ഒരു അയിനിമരത്തിന്. കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിട്ട് വഴി സ്പ്ലിറ്റ് ആവും. ഒന്ന് റൈറ്റിലേക്ക് നമുക്ക് പാറയുടെ മുകളിലൂടെ ആറാട്ടുപാറയ്ക്ക് പോകാം. അതേപോലെ തന്നെ ഇവിടെ ഒരു ഗുഹ കണ്ടില്ലേ, ഈ ഗുഹേൻ്റെ അടിയിൽ കൂടെ കയറിയിട്ട് മുകളിലേക്ക് കയറിയാലും നമുക്ക് ആറാട്ടുപാറയുടെ ടോപ്പിലേക്ക് കയറാം. ഇതിൽ അച്ഛനും കുഞ്ഞും കൂടിയിട്ട് റൈറ്റിലേക്ക് കൂടെ കയറിപ്പോയി. ഞങ്ങൾ ഈ ഗുഹയുടെ ഉള്ളിൽ കൂടെ പോവാണ് കേട്ടോ. ഇവിടെ വേറൊരു ലോകമാണ് കാണാൻ വേണ്ടിയിട്ട്. ക്ലസ്ട്രോഫോബിക്കുള്ള ആൾക്കാർക്ക് ശരിക്കും പേടിയാവും ഇതിലൂടെ വരുമ്പോൾ. കാരണം രണ്ട് സൈഡിലും ശരിക്കും നല്ല ഹൈറ്റ് ഉണ്ട്. ഇടുങ്ങിയൊരു വഴി കൂടി ഇങ്ങനെ പോകുമ്പോൾ ചെറിയൊരു പേടി വരാതിരിക്കില്ല. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ശരിക്കും റൈറ്റിലേക്ക് മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ ഇതാ ലെഫ്റ്റിലേക്ക് നമ്മൾ നേരെ തന്നെ വന്നു കഴിയുമ്പം ഇതും വേറൊരു സ്ഥലം പോലെ നമുക്ക് തോന്നും. ശരിക്കും പേടിയാവും ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ. അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഈ വ്യൂ പോയിന്റ് അല്ല ഇവിടുത്തെ മെയിന്. നമ്മൾ കുറച്ചുകൂടെ കാട്ടിലേക്ക് പോയി കഴിയുമ്പോൾ നീണ്ടിട്ട് ഒരു പാറ സ്പ്ലിറ്റായിട്ട് നിൽക്കുന്ന നമുക്ക് അവിടെ കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ ആ കാട്ടിലൂടെ കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണ്. ഒന്നല്ല മോള് ജില്ലാ സമ്മേളന വർഗന്മാരുടെ ഇതാണ് ഞാൻ ആ പറഞ്ഞ പാറ. പണ്ടെങ്ങാനും ഇങ്ങനെ പൊട്ടി രണ്ടായിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. കണ്ടില്ലേ, കാണുമ്പോൾ എന്തൊരു ഫീലാണെന്നുള്ള കാര്യം. നീണ്ടിരിക്കുകയാണ് ഇങ്ങനെ കാണുമ്പോൾ. പാറ അച്ഛനും കുഞ്ഞും ഇതാ മുകളിൽ ഓൾറെഡി എത്തി. നമുക്കിനി അങ്ങോട്ട് വേണം പോവാൻ. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം കൂടി കണ്ടിട്ട് അങ്ങോട്ട് മുകളിലേക്ക് പോവാന്ന് വെച്ചു.
ഇവിടെ ആരൊക്കെ കയറൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട് താഴേക്ക്. വേണമെങ്കിൽ താഴേക്ക് ഇത് പിടിച്ച് ഇറങ്ങി പോവാം. പക്ഷെ തിരിച്ച് കയറി വരണമെങ്കിൽ റാട്ട കൊണ്ട് പോയിട്ട് വരേണ്ടി വരും. ആ ഒറ്റ കാരണം കൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. ഈ പാറയുടെ ഒരു വലിപ്പം നോക്കിക്കേ, എന്തൊരു പൊക്കത്തിലേക്കാ മോള് കിടക്കുന്നതെന്ന്. എന്തൊരു സ്ട്രക്ചറാണ് ഈ ഒരു കല്ലിൻ്റെ അല്ലേ. അങ്ങനെ ഇതിന്റെ എൻഡിലുള്ള ഒരു ഗ്യാപ്പിലൂടെ നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തുന്നതോടുകൂടി നല്ല ഓപ്പൺ സ്പേസിലേക്ക് മാറുകയാണ്. ഇവിടെ എത്തിയപ്പോഴാണ് അച്ഛൻ അവിടെ ഒരു ആൽമരം കാണിച്ചു തന്നിട്ട് അതാണ് കല്ലാലെന്ന് പറയുന്നത്. ഈ അരയാല് പേരാലെന്നൊക്കെ പറയുന്ന പോലെ ഈ കല്ലിന്റെ പുറത്തുണ്ടായി നിൽക്കുന്ന ഈ ഒരു ആലിനെയാണ് കല്ലാലെന്ന് പറയുന്നതാണ് അച്ഛൻ പറയുന്നത്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ മുകളിലേക്ക് കയറി തുടങ്ങി. ഇതുപോലെ വെള്ളത്തിന്റെ കുറവുള്ള സ്ഥലത്ത് കാണുന്ന ഒരു ചെടിയാണല്ലോ ഈ കള്ളിമുൾച്ചെടി. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഈ ചെടി കേട്ടോ. ഈ കാണുന്നതാണ് കോഴി. അവനെയല്ല, ആ കാണുന്ന പാറയില്ലേ, ഇത് കണ്ടില്ലേ, ഒരു കോഴിയുടെ ഷേപ്പിലേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കോഴിപ്പാറ എന്നാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ വിളിക്കാറ്. ഇനി അങ്ങോട്ട് നമുക്ക് ഇതേപോലെ പാറപ്പുറത്തോടെ മാത്രമേ കയറാനുള്ളൂ കേട്ടോ. നേരത്തെ നമ്മൾ മഴ കണ്ടിട്ട് തിരിച്ചു പോയായിരുന്നെങ്കിൽ അത് വൻ നഷ്ടമായെന്ന് ഞാൻ പറഞ്ഞില്ലേ. കണ്ടില്ലേ, നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഇവിടെ എത്തിയപ്പോഴത്തേക്ക്. ഇതൊരു കിടിലൻ സ്പോട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോഷൂട്ടിനുള്ള വകയുണ്ട്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള ആറാട്ടുപാറയുടെ ഏറ്റവും ടോപ്പിലുള്ള ഒരു വ്യൂ പോയിന്റിലേക്ക് ഓടി കയറുകയാണ്. അങ്ങനെ ഈ കാണുന്നതാണ് ആറാട്ടുപാറയുടെ ഏറ്റവും ടോപ്പ് വ്യൂ പോയിന്റ്. എങ്ങനെയുണ്ട്, പൊളിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഒരു പാറ അവിടെ നിൽക്കുന്ന കാണാൻ നമുക്ക് പേടിയാവും കേട്ടോ. ഇതെങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു എന്ന്. കാരണം ഒരു തള്ളു തള്ളിയിട്ടെങ്കിൽ താഴേക്ക് പോകുന്നത് തോന്നുന്ന രീതിയിലാണ് അതിന്റെ തിപ്പ് കാണുമ്പോൾ. ഇവരുടെ മാരക പണിയിലാണ് കേട്ടോ. ഈ വെള്ളമൊക്കെ തേവി താഴെ എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം.
ഇതാ ആ പുറകിൽ കാണുന്ന വലിയ മലയില്ലേ, അതിൻ്റെ അപ്പുറത്താണ് എടയ്ക്കൽ ഗുഹ ഇരിക്കുന്നത്. ആ കാണുന്ന ഈ ഒരു വലിയ മലയുടെ പേരാണ് കൊതകുത്തിപ്പാറ എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ദിവസം കയറാം. ദേ നോക്കിയാൽ എന്ത് കിട്ടില്ല ക്ലൈമറ്റ് ആണെന്നുള്ള കാര്യം. അച്ഛനും ഞാനൊക്കെ ജനിച്ചു വളർന്ന സ്ഥലം തന്നെ ആയതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ മൊത്തം കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് ബാക്കിയുള്ള ആൾക്കാർക്ക്. അങ്ങനെ അവിടുന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്തതിനു ശേഷം മഴ വരാൻ ചാൻസ് കണ്ടതുകൊണ്ട് നൈസായിട്ട് തിരിച്ചിറങ്ങാൻ നോക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല സ്റ്റീപ്പാണ്. ശരിക്കും മഴയത്തൊന്നും ഈ വഴിക്കേ വരാൻ പറ്റില്ല, അത്രയും തന്നലായിരിക്കും ഈ പാറയൊക്കെ. അങ്ങനെ അവൻ കോഴിപ്പാറയുടെ അടുത്തെത്തി. അപ്പം അതിൻ്റെ മുകളിൽ കയറണമെന്ന് അവന് ഭയങ്കര ആഗ്രഹം. എന്നാൽ പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറിയേക്കാന്ന് വിചാരിച്ചു. അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ ഫോട്ടോഷൂട്ടും കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. ഫോട്ടോയൊക്കെ എടുത്ത് പിടിച്ച് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അവർ നേരത്തെ താഴെ എത്തിയിട്ട് അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. കണ്ടോ, നേരത്തെ പെയ്ത ആ ഒരു പെരുമഴയുടെ ഒരു ലക്ഷണം പോലും ഇവിടെ എവിടെയും കാണാനില്ല. കുളകപ്പാറ എന്നെ മാടി വിളിക്കുന്നുണ്ട്, ഒരിക്കൽ എന്തായാലും പോണം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് മീനങ്ങാടി വഴി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ദിസ് ഈസ് മനുശങ്കർ സൈനിങ് ഓഫ്.